രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാലും പോയി കുളിക്കും. കുളിച്ച് കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടാണ് പുള്ളി വരിക. ചന്ദനക്കുറി മസ്റ്റാണ് പുള്ളിക്ക്. ലാസ്റ്റത്തെ ക്ലൈമാക്സിലെ സംഭവം ആദ്യം ഞാൻ സ്ക്രിപ്റ്റ് റീഡിങ്ങിന്റെ സമയത്ത് ബാസിയാണ് എന്നോട് പറയുന്നത്, മോനെ ചന്തുക്കുട്ട ക്ലൈമാക്സിൽ ഒരു സാധനം ഉണ്ടാകുന്ന നിനക്കൊള്ളാന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് എന്ന് തോന്നിയത് എനിക്ക് തമിഴ് കാസ്റ്റാണ്. അത് എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റ് ഫുൾ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പേ ഞാനും എൻ്റെ ഇതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ, ഇതിൻ്റെ ചീഫ് AD ഇവരെല്ലാവരും കൂടി ചെന്നൈയിൽ വന്നിട്ട് സൂപ്പർ സ്റ്റാർഡം അങ്ങനെ ഇല്ലാത്ത ഒരു കാസ്റ്റ് ആൻഡ് ക്രൂ ആണ്. അതിന് ഇത്രയധികം ബഡ്ജറ്റ് വരുന്നൊരു സിനിമയാണ്. നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ സിനിമയുടെ ഡിസ്കഷൻ നടക്കുന്ന സമയത്തും സ്ക്രിപ്റ്റ് റീഡിങ്ങിൻ്റെ സമയത്തും നമ്മൾ ചോദിക്കുമ്പോൾ ഇത്രയും ബഡ്ജറ്റ് വരുന്ന സിനിമയാണെന്ന് പറയുമ്പോൾ സൗബിക്കാണെങ്കിൽ പോലും ചിതുവിനോ ഷോണിനോ ആർക്കെങ്കിലും അതിൻ്റെ കാര്യത്തിലൊരു കൺഫ്യൂഷനോ കാര്യങ്ങളോ അവർക്കൊന്നുമില്ല. ഉറങ്ങാൻ ബുദ്ധിമുട്ടുള്ള ഒരു സീനുണ്ട് പേഴ്സണലി. എപ്പോൾ കണ്ട ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോഴും ചുമ്മാ ഫുട്ടേജ് കാണുമ്പോഴും കണ്ണ് പറയുന്നത്. ഇപ്പോൾ തിയേറ്ററിൽ കാണുമ്പോൾ ഓഫ് കോഴ്സ് എനിക്ക് ബാധി ശരിക്കും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്ന ഫീൽ. ഭയങ്കര ഇന്റേണലാണ്, ഭയങ്കര അത്യാവശ്യം ടെറിഫിക് ആക്ടറാണ്. അപ്പോൾ ഇപ്പോഴും മഞ്ഞുമൽ ബോയ്സിന്റെ ഓരോരുത്തരായിട്ടുള്ള ഇന്റർവ്യൂ സീരീസാണ് എൻ്റെ. അതിൽ ആദ്യം തന്നെ ദീപക് പറയുമ്പോൾ സുധീഷ് ടേക്ക് 5 5 ചോദ്യമേ ഉള്ളൂ. 5 ചോദ്യം കാര്യങ്ങൾ പറയണം. പെട്ടെന്ന് അതൊക്കെ പറഞ്ഞാൽ മതി, നമുക്ക് സമയമുണ്ട്. മഞ്ഞുമൽ ബോയ്സിന് മുമ്പും പിൻപുമുള്ള ലൈഫിൽ ഇപ്പോൾ ഈ ഒരു സക്സസ്സിൽ നിൽക്കുമ്പോൾ എന്താണ് സത്യമായിട്ടും പറഞ്ഞാൽ മനസ്സിൽ കൂടെ പോകുന്നത്? കാരണം ഒരുപാട് ഓളാണ് ഇപ്പോൾ, ഒരുപാട് ആൾക്കാർ വരുന്നു പറയുന്നു. താങ്കളുടെ ക്യാരക്ടറും താങ്കൾക്കും അല്ല, ഉറപ്പായിട്ടും ഞാൻ തട്ടത്തിൻ മറയത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇത്രയും മെസ്സേജുകൾ വന്നു തുടങ്ങിയത്. അതായത് അത്രയും മെസ്സേജുകൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നീട് ഇറങ്ങിയ സിനിമകളൊക്കെ അത്രയും മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ആൾക്കാർ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം ചെയ്ത ക്യാരക്ടർ ചില സീനുകൾ എടുത്ത് പറഞ്ഞു അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ ഈ സിനിമ കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ അങ്ങനെ ഭയങ്കര പോസിറ്റീവായിട്ട് പറഞ്ഞു. പിന്നെ സിനിമയും ഭയങ്കര നല്ല സിനിമയാണ്. പിന്നെ ഞാൻ ഫസ്റ്റ് ഡേ വനിതാ വിനീത് എന്ന് കണ്ടിറങ്ങിയ സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇത്രയും നല്ല സിനിമയിൽ നമുക്ക് അഭിനയിക്കാൻ പറ്റി എന്ന് പറഞ്ഞൊരു സന്തോഷം ഭയങ്കരമായിട്ടുണ്ട്. എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണല്ലോ. അപ്പോൾ ഈ ക്യാരക്ടർ സുധീഷിന്റെ ക്യാരക്ടർ വരുമ്പോൾ സത്യമായിട്ട് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു ഒരു 1 ലൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അതുമാതിരി ഏറ്റവും താങ്കൾക്ക് ചാലഞ്ചിങ് ആയിട്ട് ഈസി ആയിട്ടുള്ളത് എന്തായിരുന്നു? 1 ലൈൻ ഇവൻ ചിതു എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പുള്ളി പോളണ്ടിലാണ് ഇപ്പം നമ്മൾ ഷൂട്ടിൻ്റെ സമയത്ത് ബാക്കിയുള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടില്ല പുള്ളിനെ. അപ്പോൾ ചിതു പറഞ്ഞതെന്ന് വെച്ചാൽ പുള്ളി ഭയങ്കര വൃത്തിയുള്ള, പിന്നെ പറഞ്ഞ ഒരു കാര്യം 2 അടിച്ചു കഴിഞ്ഞാലും പോയി കുളിക്കും. കുളിച്ച് കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടാണ് പുള്ളി വരിക. ചന്ദനക്കുറി മസ്റ്റാണ് പുള്ളിക്ക്. പിന്നെ കുറച്ച് വൃത്തിയുള്ള ടൈപ്പ് ക്യാരക്ടറാണ്. കൂട്ടത്തിൽ ഈ പറയുന്ന പോലെ എവിടെ ചില മണ്ണ് ചെളി അങ്ങനത്തെ പുള്ളിക്ക് 2-3 പ്രാവശ്യം കുളിക്കും. അങ്ങനെയൊക്കെ പ്രശ്നം. ചളിയിലേക്കാണ് പോകുന്നത്. അതാണ് ആ ഫസ്റ്റ് ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങാൻ മടിച്ച് നിൽക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് വൃത്തിയുള്ള ക്യാരക്ടറാണ്. അപ്പോൾ അതാണ് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ പുള്ളി ഒരു പ്രാവശ്യം മറ്റേ ഷൂട്ടിൻ്റെ ഇടയിൽ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചു. ഞാനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് സംസാരിച്ചു. ഇപ്പം അങ്ങനെ ഒരാളുടെ ക്യാരക്ടർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ. പുള്ളിയുടെ വൈഫ് പിന്നെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിച്ചിട്ട് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളി ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് ക്യാരക്ടർ വൈസ് സിനിമയിൽ കണ്ട പോലെയാണെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷം തോന്നി. അല്ല, ഞാൻ ഷർഫ് അലിയുടെ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത്. എല്ലാം ഭാര്യ ഷർഫലിയുടെ ഭാര്യ ഇങ്ങനെ ഒരു റോള് വന്നിട്ട് ഇത്രയും ആൾക്കാർ ഒരുപാട് പറയുമ്പോണ്ടല്ലോ, താങ്കൾക്ക് ഏറ്റവും അധികം ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ടൊരു സീൻ ഏതാ? കൂടുതൽ ആൾക്കാർ പറയുന്നത് ഞാൻ ഇറങ്ങിയിട്ടില്ലെങ്കിൽ നീ ഇറങ്ങും എന്ന് പറയുന്ന ഒരു സംഭവം. അതിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കുന്നത്. തിയേറ്ററിൽ അത് ഭയങ്കരമായിട്ട് ആൾക്കാരിലേക്ക് എത്തി, ഭയങ്കര ഫീൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അത് തന്നെയാണ് സന്തോഷം. പിന്നെ തട്ടത്തിൻ മരത്തിൽ ആ ഡയലോഗ് പുന്നാരമോനെ വിഷയട്ടാന്ന് കുറേ പേര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കുറേ കാലത്തോളം. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം. ഇങ്ങനെ ഒരു സിനിമ ഈ ഒരു 2024 അല്ലേ, ഈ ഒരു സിനിമ താങ്കളുടെ ജീവിതത്തിൽ ഒരു മാറ്റം മറിക്കും. ഇങ്ങനെ എല്ലാവർക്കും ഇതൊരു ടേണിംഗ് പോയിന്റ്. ഞാൻ ചിതു പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ചാപ്റ്റർ ക്ലോസ് ആയി അനദർ ചാപ്റ്റർ തുടങ്ങിയതാണ്. താങ്കൾക്ക് എങ്ങനെയാണ്? ഉറപ്പായിട്ടും നല്ല ക്യാരക്ടേഴ്സും നല്ല സിനിമകളും ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. ഇത് നമ്മുടെ ഒരു മൈലേജ് ആണല്ലോ, ഒരു ഊർജ്ജമാണ് ശരിക്കും പറഞ്ഞാൽ നല്ല സിനിമകളുടെ ഭാഗമാവുക എന്നുള്ളത്. പിന്നെ ചില സിനിമകൾ നമ്മൾ സാമ്പത്തികം നോക്കിയിട്ടും ചില സിനിമകൾ ചെയ്യേണ്ടി വരും. അപ്പം ഇങ്ങനെയുള്ള സിനിമകൾ നമുക്ക് ലൈഫിൽ ഈ പറയുന്ന പോലെ പുതിയ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ചെയ്യാനുള്ളൊരു ഊർജ്ജം ഉറപ്പായിട്ടുമാണ്. സിനിമയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. സിനിമ ഷൂട്ടിംഗ് സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന 11 പേരെ ഡയറക്ടർ പറഞ്ഞ് ഞങ്ങൾ 12ാമത്തെ ആളായിട്ട് ഞാൻ കൂടെ നടന്നതാണ്. താങ്കൾക്ക് ഉണ്ടായത് 2-3 മൊമെന്റ്സ്? ഞാൻ ഇതിൽ കുറച്ച് പേരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്, ബാസിയുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്.
പക്ഷേ സൗഭിക്ക് അങ്ങനെയുള്ള 11 ആൾക്കാരുടെ ബാക്കിയുള്ളവരെ എനിക്ക് അങ്ങനെ ഭയങ്കര പരിചയമുള്ള ആൾക്കാരല്ല. ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു കൂട്ടലിൽ എല്ലാവരും ഭയങ്കര സിങ്കായി, എല്ലാവർക്കും ഭയങ്കരമായിട്ട് കണക്റ്റായി എല്ലാവരുമായിട്ട്. സിനിമ കഴിഞ്ഞ ശേഷം അടുത്തൊരാളാരാ ഇതില്? നേരത്തെ അത്ര അടുപ്പുണ്ടായിരുന്നില്ല, പക്ഷെ പിന്നെ ഈ സിനിമ കാരണം അടുത്തൊരാളാരാ? എല്ലാവരും അങ്ങനെ പറയുന്നേ എല്ലാവരുമായിട്ട് അങ്ങനെ ഓരോരുത്തരും അങ്ങനെ പറയാനില്ല. കാരണം ചിതുവും ഗണുവും ഒക്കെ ഞങ്ങൾ റിലേറ്റീവ്സ് പണ്ടേ പരിചയമുള്ള ആൾക്കാരാണ്. പക്ഷെ ഈ പറയുന്നത് ബാക്കിയുള്ളവർ എല്ലാവരുമായിട്ട് ഭയങ്കര സൗഹൃദം. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര രസമായിട്ട് തോന്നി സലീമേട്ടൻ്റെ മോൻ ഇതിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പം സലീമേട്ടൻ്റെ മോൻ ചന്തു ഇടയ്ക്ക് നോക്കും സലീമേട്ടനെ പോലെ ചിരിയൊക്കെ ഉണ്ട്. സലീമേട്ടൻ്റെ ചിരിയുണ്ട്. സലീമേട്ടൻ്റെ ചിരി ഫുൾ ചിരി ഇവൻ ചിരിക്കൂല, പകുതിക്ക് വെച്ചിട്ട് ഇവ കട്ട് ചെയ്യും. ഞാൻ അതുപോലെയാണ് ചിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഷൂട്ടിൻ്റെ സമയത്ത് നീ ഫുൾ ചിരിച്ചോ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ സംസാരിക്കാറുണ്ട്. അപ്പം എല്ലാവരുമായിട്ടുള്ളൊരു What is that you would like to have? ഒരു സക്സസ് എന്താണ് വേണ്ടത് താങ്കൾക്ക്? What is a success means to you? സിനിമ, അതായത് ഞാൻ കുറേ ആഗ്രഹിച്ചിട്ടാണ് സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നത്, കുറേ ട്രൈ ചെയ്തിട്ടാണ് സിനിമയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇപ്പോൾ ക്യാരക്ടേഴ്സ് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ലീഡ് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ലീഡ് സിനിമകളൊന്നും തിയേറ്ററിൽ അങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് ഓടിയിട്ടില്ല. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു ലീഡായിട്ടൊരു സിനിമ തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ഓടി എന്ന് ഭയങ്കര ആഗ്രഹമാണ്. അത് സംഭവിക്കും, അത് 2024 സംഭവിക്കട്ടെ. സംഭവിക്കുമായിരിക്കും. മഞ്ഞുമൽ ബോയ്സ് OCD സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്. ചന്തു, സന്തോഷമായി കണ്ടിട്ട്. അതായത് താങ്കളുടെ അച്ഛനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, പക്ഷേ മഞ്ഞുമൽ ബോയ്സ് സ്പീക്കിംഗ്, അതായത് ജീവിതത്തിൽ ചില ഭാഗ്യങ്ങൾ വന്നു പെടുന്നത് എങ്ങനെയായിരിക്കും. ആൻഡ് ദാറ്റ് ടു 10 പേരിൽ നിന്നും ഒരാൾ മാറി നിന്ന് ചിന്തിക്കുന്ന ഒരാൾ. എങ്ങനെയാണ് ചന്തുവിലേക്ക് ഇത് എത്തുന്നതും ചന്തുവിൽ നിന്ന് അത് മുന്നോട്ടേക്ക് പോകുന്നതും? എന്നിലേക്ക് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗഭിക തന്നെ അറിയാം, കണ്ടിട്ടുണ്ട്. വേറെ മഞ്ഞുമൽ ബോയ്സിൽ വേറെ ആർക്കും തന്നെ അറിയില്ല. അപ്പോൾ സൗഭികക്ക് ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രീരാഗനാണ് നമ്മുടെ അസോസിയേറ്റ്. പുള്ളിയാണ് മാലിക്കിൽ ഞാൻ ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഗണപതിനെ കാണിച്ചു കൊടുത്തു. ഗണുവാണ് എന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് വിളിക്കുന്നത്. ഞാൻ ചിതുവിനെ മീറ്റ് ചെയ്തു പോയിട്ട്. അങ്ങനെയാണ് കറക്റ്റ്. ഇപ്പൊ സൗഭികയും ഓൾറെഡി ചിതുവിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരാളുള്ള കാര്യം. ഗണുവാണ് പക്ഷെ എന്നെ വിളിക്കുന്നത്. സിനിമ ജീവിതത്തിൽ കണ്ട് ജനിച്ചു വന്ന ആളാണെങ്കിൽ കൂടിയും ഈ ഒരു ചുറ്റുപാടിൽ താങ്കൾക്ക് ഏറ്റവും അധികം റാഗിങ് കിട്ടിയെന്ന് കേട്ടത് സത്യമാണോ? റാഗിങ്ങോ? റാഗിങ് ഞങ്ങളല്ല, ഫസ്റ്റത്തെ ദിവസം അത് അങ്ങനത്തെ റാഗിങ് അല്ല. അത് നമ്മൾ അവരുടെ കൂട്ടത്തിൽ കൂട്ടാതിരിക്കാൻ നോക്കുന്നതല്ല, നമ്മളായിട്ട് എങ്ങനെയാണ് എന്നുള്ളത് ഒരു വൈബ് അറിയാൻ വേണ്ടിട്ട്. ഇപ്പൊ ബാലുവും ഗണുവാണ് മെയിൻ ആൾക്കാര്. ബാലുവും ഗണുവിന്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സീനിയർ ആർട്ടിസ്റ്റ് ആണെന്നുള്ള പരിപാടികളൊക്കെ അങ്ങനെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞപ്പോ അവര് എന്നെ അടിക്കാൻ നോക്കും, അപ്പൊ ഞാൻ തിരിച്ചടിക്കും. അവര് പിന്നെ അടിക്കാൻ നോക്കും, ഞാൻ തിരിച്ചടിക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി ഓക്കെ നമ്മുടെ കൂടെ കൂട്ടാൻ പറ്റും. പിന്നെ ഞങ്ങൾ 3 പേരോട് ഒരുമിച്ചായിരുന്നു ബാക്കിയുള്ളവർ റാഗ് ചെയ്യുന്നത്. ഈ റോള് ചെയ്യുമ്പോഴേ ഇതില് നമ്മൾ എപ്പോഴും ആലോചിക്കുന്നത് ഇപ്പൊ എന്താ ചെയ്യാൻ പോണേ, മാറി നിന്ന് ഇയാൾ കിളി പോയി നിൽക്കുകയാണല്ലോ ഫുൾ ടൈം. ആസ് എ ന്യൂ കമർ എന്തൊക്കെയായിരുന്നു ലേണിംഗ്, എന്തൊക്കെയായിരുന്നു ചെയ്യാൻ പറ്റിയത്? എന്നോടത് ആദ്യം ലാസ്റ്റത്തെ ക്ലൈമാക്സിലെ സംഭവം ആദ്യം ഞാൻ സ്ക്രിപ്റ്റ് റീഡിങ്ങിന്റെ സമയത്ത് ബാസിയാണ് എന്നോട് പറയുന്നത്. ഞാനത് ആദ്യമായിട്ടാണ് സ്ക്രിപ്റ്റ് റീഡിങ്ങിന് ഇരിക്കണേ. അപ്പൊ എനിക്ക് ആക്ച്വലി കാര്യമൊന്നും കത്തിയില്ല. ഫസ്റ്റത്തെ ഒരു ഇതായതുകൊണ്ട് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് പടത്തിൽ കഥ ഇഷ്ടപ്പെട്ടു. എന്റെ ക്യാരക്ടർ എന്താണെന്നുള്ളത് അപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ബാസിയാണ് എന്നോട് പറയുന്നത്, മോനെ ചന്തുക്കുട്ട ക്ലൈമാക്സിൽ ഒരു സാധനം ഉണ്ടാകുന്ന നിനക്കൊള്ളാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പറഞ്ഞു ഇപ്പൊ പടത്തിൽ എനിക്കിപ്പോ റോളുണ്ടെന്തൊക്കെ. പിന്നെ ക്യാരക്ടർ പിടിക്കാന്ന് പുള്ളിയെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പുള്ളി എങ്ങനെയാ പെരുമാറുന്നത് നമുക്കറിയാം. പിന്നെ പുള്ളിയുടെ എനിക്ക് പുള്ളിയുടെ വൈഫ് മെസ്സേജ് അയച്ചായിരുന്നു. വൈഫ് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പൊ അങ്ങനെ പുള്ളിയെ മീറ്റ് ചെയ്തപ്പോ തന്നെ നമുക്ക് മനസ്സിലായി ഓക്കെ. പിന്നെ ഞാൻ ആദ്യം ഡോക്യുമെന്ററി കണ്ടായിരുന്നു ചിതു ചെയ്ത. അത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നി ഈ ക്യാരക്ടർ ആയിരിക്കും. കാരണം എന്നോട് ബ്രീഫ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല ഏത് ക്യാരക്ടറാന്നുള്ളതൊന്നും. അപ്പൊ ഇത് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഈ ക്യാരക്ടർ ആയിരിക്കും. കാരണം എനിക്ക് കണ്ടപ്പോ മനസ്സിലായി എന്റെ എന്തൊക്കെ ഒരു ലുക്കൊക്കെ ഉണ്ട്. അപ്പൊ അതായിരിക്കും എന്ന് എനിക്ക് തോന്നി. പിന്നെ അത് പിടിക്കാൻ എളുപ്പമായിരുന്നു. കാരണം ഇടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കലും ഇയാളെ കാണും, അഭിയേട്ടനെ കാണും ഞാൻ. അപ്പൊ പിന്നെ എല്ലാവരും ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരിക്കും ഇടക്കിടക്ക്. ആഴ്ചയിൽ ഒരിക്കലൊക്കെ എല്ലാവരുമായിട്ട് കൂടും, അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ എല്ലാവരുമായിട്ട് കമ്പനിയായി, ഒറിജിനൽ മഞ്ഞുമൽ ബോയ്സ് ആയിട്ട്. പിന്നെ ക്യാരക്ടർ പിടിക്കാൻ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഏറ്റവും അധികം ഈസി ആയിട്ട് വന്നൊരു സീനും ഏറ്റവും അധികം ഒരുപാട് വളരെയധികം എന്താ പറയാ പ്രയത്നിച്ചോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് പോയ സീൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നമ്മള് രാവിലെ ചെല്ലുന്നു, ചിതു പറയുന്നു, ചിതുവിനോട് ചോദിക്കും നമ്മള്
ആദ്യം ചോദിക്കും എന്താ ചെയ്യണ്ടെന്ന് ചോദിക്കും. നീ എന്തായാലും ചെയ്, അല്ല ഇതാ സംഭവം എന്ന് പറഞ്ഞിരുന്നു നമുക്ക്, അത് നീ ചെയ്, നമുക്ക് നോക്കാന്ന് പറയും. മാറ്റണമെങ്കിൽ ചെയ്ത് മാറ്റാൻ പറയും, അല്ലെങ്കിൽ ചെയ്ത് ഓക്കെ ആണെങ്കിൽ. ഇപ്പൊ ഒരു ആ സമയത്ത് നമ്മള് ഭയങ്കര മത്സരമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ടേഴ്സ് തമ്മില്. അതിപ്പോ ഗണു, ബാലു ആണെങ്കിലും എല്ലാവരും ആണെങ്കിലും സൗബിക്കാണെങ്കിൽ പോലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാക്കാൻ പോലും സമ്മതിക്കൂല. 11 പേരുണ്ടല്ലോ, 11 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാ. അപ്പൊ ഇവര് ഒരു സീൻ ശരിയാക്കാതിരിക്കാനാണ് നമ്മൾ നോക്കണത്, മറ്റേ ആളെ എങ്ങനെ തകർക്കാം. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഒരു സീൻ പൊലിപ്പിച്ച് അങ്ങനെ ഇത് ചെയ്യാനല്ല. അവൻ ഒന്ന് തെറ്റിച്ചിട്ട് അവനിപ്പൊ കളിയാക്കാൻ പറ്റുള്ള ഒരു ചാൻസ് കിട്ടുമല്ലോ, അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത് ഞങ്ങൾ കൂടുതലും. അതെ അതെ, സർവൈവ് ചെയ്യുന്നവർക്ക് സിനിമയിലെ ക്യാരക്ടർമാരെയൊക്കെ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഞങ്ങൾക്കൊരു സർവൈവ് ത്രില്ലർ ആയിരുന്നു അത്. അരുൺ കുര്യനൊക്കെ പ്രത്യേകിച്ചും. അരുൺ ഒരു പാവമാണല്ലോ, നമ്മൾ ഭയങ്കരമായിട്ട് റാഗി എന്നൊക്കെ ഉള്ളൊരു. പിന്നെ അരുൺ കുര്യൻ അവസാനമൊക്കെ ആയപ്പോഴേക്കും കൊടൈക്കനാലിൽ വെച്ചിട്ടുണ്ടോ, അപ്പൊ നമ്മളെല്ലാവരും അത്ര കമ്പനി ആയിട്ടില്ല. അപ്പൊ അവസാനം അരുൺ കുര്യൻ സെറ്റായി, പുള്ളിയും തിരിച്ച് നമ്മളെ റാഗി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അപ്പൊ ഇമ്പോർട്ടന്റ് സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എല്ലാം നമ്മള് ഒരുപോലെ തന്നെ, അല്ലാണ്ട് കൂടുതൽ എഫോർട്ട് ഒന്നും എടുക്കുക. അച്ഛൻ പടം കണ്ടിട്ടില്ല, അത് ഇവര് വന്നായിരുന്നു, വീട്ടിലേക്ക് വന്നായിരുന്നു റിലീസിന് ശേഷം. എല്ലാവരും കൂടെ ബോയ്സ് എല്ലാവരും കൂടെ വീട്ടിലേക്ക് വന്നായിരുന്നു അച്ഛനെ കാണാനായിട്ട്. അപ്പൊ അങ്ങനെ എല്ലാവരും ഓരോരുത്തരെ വിളിക്കുന്നുണ്ട് അച്ഛനെ. പിന്നെ അച്ഛൻ പോയി കണ്ടിട്ട് എന്താണെന്നുള്ളത്. ആ വീട്ടിലെന്നും ഈ സിനിമയും ഒക്കെ സംസാരിച്ചതല്ലേ, അപ്പോൾ ഇങ്ങനെയൊരു ഈ ഒരു റോള് വന്നപ്പോൾ താങ്കളുടെ അഭിപ്രായം വീട്ടിലെ എല്ലാവരോടും ചോദിച്ചിട്ടാണോ താങ്കളെ ഓക്കെ പറഞ്ഞത്? അല്ല, ഞാൻ ഗണു വിളിച്ചപ്പോ തന്നെ ഓക്കെ പറഞ്ഞായിരുന്നു. വെരി ഗുഡ്. വിളിച്ചു ഇങ്ങനെ ഒരു സിനിമയുണ്ട് ഓക്കെ, അത്രേ ഉള്ളൂ. ഞാൻ LLB ആയിരുന്നു. അപ്പൊ LLB ആയിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയാത്തോണ്ട് ഞാൻ LLBക്ക് ചേർന്നു. അച്ഛന്റെ ലോയർ സീനാണ് പറഞ്ഞത്. അച്ഛനും ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ട് LLB ചെയ്യാനായിട്ട്. അപ്പൊ അച്ഛനത് ആ സമയത്ത് പിന്നെ അധികം പൈസ ഒന്നും ഇല്ല, അതുകൊണ്ട് എൻട്രൻസ് എഴുതി കിട്ടാത്തതുകൊണ്ട് പിന്നെ അച്ഛൻ പോയില്ല. അങ്ങനെ ഇപ്പൊ ഞാൻ ചേർന്നു. അതിന് ശേഷമാണ് ഗണു വിളിക്കുന്നത്. ചിലപ്പോ ഗണു വിളിച്ച് നേരത്തെ വിളിച്ചിരുന്നത് ഞാൻ ചിലപ്പോ LLB ചേരില്ലായിരുന്നു. അതെ, അല്ല എനിക്ക് ഞാൻ MA കഴിഞ്ഞിട്ട് LLB എടുത്തത്. അങ്ങനെ അപ്പൊ അങ്ങനെ ചന്തു മലയാള സിനിമയിൽ കാലുറപ്പിക്കുന്നു. മഞ്ഞുമേൽ അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. എനിക്ക് സന്തോഷമായി, കുറച്ചെങ്കിലും താങ്കളെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് അച്ഛൻ നടന്നു വരെ എനിക്ക് ഫീൽ ചെയ്തേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. എന്റെ വലിയ ആഗ്രഹമായിരുന്നു വെരി ഗുഡ്. അപ്പൊ അത് നടന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, മഞ്ഞുമൽ ബോയ്സ് സീരീസ് ഇതായിരിക്കുന്നു സാക്ഷാൽ ഗണപതി. അല്ല, ഈ ഒരു വീട്ടിൽ ഈ സംസാരം ഉണ്ടാകുമ്പോൾ, ഐ മീൻ യൂസ് ടു ഗിവ് യു ഓൾ ദീസ് ഡീറ്റെയിൽസ് ആൻഡ് റൈറ്റിംഗ്, എന്തായിരുന്നു അതിൻ്റെ ഒരു മൊത്തം മനസ്സിലുള്ളൊരു അന്ന് രൂപകൽപ്പന ചെയ്തത്? ഇല്ല, നമ്മൾ ജാനമൻ എന്ന് പറഞ്ഞ പടം ഒരുമിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ മഞ്ഞുമലിൻ്റെ ഒരു കാര്യം വരുന്നത്. ഇതിൻ്റെ പ്രൊഡ്യൂസർ തന്നെയായിരുന്നു ഷോൺ. അപ്പോൾ ഷോണാണ് ഈ ഒരു കഥ കൊണ്ടുവരുന്നത്. കാരണം ഷോൺ അറിയുന്ന, ഷോൺ ചേർന്നല്ലൂരുകാരനാണ്. അപ്പോൾ ഇത് മഞ്ഞുമൽ നടക്കുന്നൊരു സ്റ്റോറിയാണ്. അപ്പം അങ്ങനെ രണ്ടാമത്തെ സിനിമ ചിദംബരത്തിൻ്റെ ഇങ്ങനത്തെ ഒരു റിയൽ സ്റ്റോറി ബേസ്ഡ് ആവും എന്നുള്ളത് പറയുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ അവരുടെ ആദ്യം പോയി ഇവരുടെ ഡോക്യുമെൻ്ററീസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു വലിപ്പം എന്താണെന്നും ഈ സിനിമ എത്രത്തോളം ഡെപ്തിൽ അത്രയും ക്രിയേറ്റീവായിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയാണെന്നും മനസ്സിലാക്കുന്നത്. അപ്പോൾ തന്നെ വേറെ ഒന്നും ചിന്തിച്ചില്ല. ലൈക്ക് അതൊരു മൈൽ സ്റ്റോൺ ആയിരിക്കും, അല്ലെങ്കിൽ ചിദംബരത്തിൻ്റെ ഒരു ഹ്യൂമർ ടച്ചിലൊരു സിനിമ, അതിനെനിക്ക് കോറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ജാനമനിൽ. അതെ, അപ്പോൾ ഈ സിനിമയിൽ ഞാൻ കാസ്റ്റിംഗ് ആണ് എനിക്ക് കിട്ടിയ ചുമതല. അപ്പോൾ രണ്ടാമത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ലൈക്ക് ഭയങ്കര ഒരു ചിദംബരത്തിൻ്റെ ഒരു ബിഗ് സ്റ്റെപ്പ് ആയിരിക്കും ഈ സിനിമ എന്നുള്ളത് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. അപ്പോൾ വളരെ സന്തോഷം. മഞ്ഞുമല്ല് അങ്ങനെ ചർച്ചകളിലൂടെ എല്ലാവരും ഈ ഡോക്യുമെൻ്ററീസൊക്കെ എടുത്ത്, അപ്പോൾ പിന്നെ നമുക്ക് വിളിച്ചാൽ വരുന്ന ഒരുപാട് നല്ല ഫ്രണ്ട്സും ഈ സിനിമയിലുള്ളതുകൊണ്ട് തന്നെ ഈ സിനിമ, പിന്നെ സൗബിക, കാരണം ഇത്രയും സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു സിനിമ കുറച്ച് പിള്ളേരെ വെച്ച് ചെയ്യുന്നു. ഇതിൻ്റെ സ്റ്റാർ കാസ്റ്റിനേക്കാൾ കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്തത് ഇതിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിനാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡ്യൂസർ ഏറ്റെടുക്കുക എന്നും പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ അത് ഒരു സിനിമാറ്റിക് വിഷൻ ഇല്ലാത്തൊരു പ്രൊഡ്യൂസർക്ക് നമുക്കിത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഭയങ്കര പാടായിരിക്കും. ലൈക്ക് ഒരു എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി ഇത്രയും ഒരു സാറ്റലൈറ്റ് ഇല്ലാത്ത ഒരാളില്ലാതെ നമ്മൾ ഇങ്ങനെ ഒരു പടം അച്ചീവ് ചെയ്യുക എന്നുള്ളൊരു പരിപാടി. അപ്പം അങ്ങനെ ഒരു സിനിമാറ്റിക് വിഷനുള്ള ഒരു പ്രൊഡ്യൂസർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് വിത്ത് നമ്മുടെ സിനിമയിലെ വീട്ടിലൊരാൾ കൂടെ ഉള്ളപ്പോൾ ആദ്യം തന്നെ എല്ലാ ഇറിറ്റേഷനും ചേട്ടനാണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും താങ്കളുടെ അടുത്ത് തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെയല്ല, അവൻ വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കുള്ള ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ്. അങ്ങനത്തെ ഒരു കോൺഫിഡൻറ്റ് അവർക്ക് ഉണ്ട് എന്നുള്ളൊരു. ഡെലിഗേറ്റ്. അതെ അതെ. അപ്പോൾ ഏറ്റവും കാസ്റ്റിംഗിൽ ഏറ്റവും ബുദ്ധിമുട്ടിയത് എന്തിനായിരുന്നു? ആരെ കണ്ടുപിടിക്കാനായിരുന്നു ഏറ്റവും സമയത്തെ? ഈ ചന്തുവിൻ്റെ ക്യാരക്ടർ കുറച്ച് ട്രിക്കിയായിരുന്നു. കാരണം ആ ഒരു ക്യാരക്ടറിനെ നമുക്ക് നേരിട്ട് കണ്ടാൽ മനസ്സിലാവും. അവർ കുറച്ച് ആ കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ആളാണ്. എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നത് അയാൾ തന്നെ അയാളുടെ ഇൻ്റർവ്യൂ പറയട്ടെ, ഞാനൊന്നും ചെയ്യാറില്ല. അപ്പോൾ എന്നെ അവർ മാറ്റി നിർത്തും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, എന്നെ എവിടെയെങ്കിലും സേഫായിട്ട് നിർത്തും.
അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു മാറി നിൽക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ അത് ചന്തുവിലേക്ക് എത്താൻ കുറച്ചിങ്ങനെ സമയം എടുത്തെങ്കിലും ചന്തുവിൻ്റെ കണ്ണും ചന്തുവിൻ്റെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെയാണ് ചന്തുവിലേക്ക് എത്തുന്നത്. പിന്നെ റഹ്മാൻ ഞാൻ അഷ്റഫ് ഹംസയുടെ ഒരു പടം ഉണ്ടായിരുന്നു സുലൈഖ മനസ്സിൽ, അതിൽ ഞാനൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ക്യാരക്ടർ ഞാൻ ആക്ച്വലി റഹ്മാൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു സീൻ മാത്രം ചെയ്തിട്ട് റഹ്മാൻ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഞാൻ ആ സീനിൽ ഞാനും ഉണ്ട്. അപ്പോഴേ നമുക്ക് ലൈക്ക് ഇയാൾക്ക് ഇങ്ങനത്തെ ഒരു ഭയങ്കര നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇയാളൊരു നടനുണ്ടെന്ന് അപ്പോൾ തോന്നിയില്ല. അപ്പോഴാണ് ഞാൻ ചിതുവിനോട് പറയുന്നത് റഹ്മാൻ ആക്ച്വലി അഭിനയിക്കും, നമുക്കത് അടിപൊളിയായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ ചിതുവിന് വേറെ സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോയി. ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് എന്ന് തോന്നിയത് എനിക്ക് തമിഴ് കാസ്റ്റാണ്. അത് എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റ് ഫുൾ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പേ ഞാനും എൻ്റെ ഇതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ, ഇതിൻ്റെ ചീഫ് AD ഇവരെല്ലാവരും കൂടി ചെന്നൈയിൽ വന്നിട്ട് റാംസി എന്ന് പറഞ്ഞൊരു ആക്ടറുണ്ട്, പുള്ളിൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെയാണ് നമ്മളിവിടെ ഒരു തിയേറ്ററിൽ വന്നിട്ട് ഒരു 130 ആൾക്കാരെ ഓഡിഷൻ ചെയ്തിട്ടാണ് ഈ തമിഴ് ആക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. അത് ഞാൻ ആക്ച്വലി കുറച്ച് പേടിയുണ്ടായിരുന്നു. കാരണം ഇതൊരു ടൈമിൽ ഈ പടത്തിൻ്റെ വലിപ്പം കണ്ടിട്ട് ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടോ ഈ കാസ്റ്റിംഗ് എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ചിതു തന്നെയാണ് എൻ്റെ കോൺഫിഡൻസ് തന്നത്, പറ്റും ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇവിടെ വന്നാൽ തമിഴ് കാസ്റ്റ് ഇങ്ങനെ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ആക്ച്വലി ഈ പ്രോസസ്സിനെ എൻജോയ് ചെയ്യാൻ തുടങ്ങിയത് ഭയങ്കര. അപ്പോൾ ഓരോ നമ്മളിങ്ങനെ പിക്ക് ചെയ്യുമ്പോഴും അങ്ങനെ. പക്ഷേ എനിക്ക് തമിഴ് ആർട്ടിസ്റ്റിൻ്റെ കാസ്റ്റിങ്ങിന് കുറച്ചും നല്ല റെക്കഗ്നിഷൻ കിട്ടി ഈ സിനിമയിൽ. കുറേ ആൾക്കാർ പറഞ്ഞിട്ടായിരുന്നു തമിഴ് കാസ്റ്റ് മൊത്തം വർക്കായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള, കാരണം തമിഴ് ഓഡിയൻസിന് കാണുമ്പോൾ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള പിന്നെ അധികം കാണാത്ത അങ്ങനെ ഒരു ബ്ലെൻഡാണ് നമ്മളിതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഇതിന്ന് ഏറ്റവും വലിയ അടുത്ത പടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും വലിയ ലേണിംഗ് എന്താണ് ഇതിൽ? കാസ്റ്റിംഗ് ഓഫ് കോഴ്സ്, ബട്ട് പേഴ്സണലി ആസ് എൻ ആക്ടർ, ആസ് എ ഒരു പ്രൊഡക്ഷൻ ഡിസൈനർ, എന്ത് വേണമെങ്കിൽ വിളിക്കാം. ഏറ്റവും വലിയ ഇതിൽ ഉണ്ടായിരുന്നത് ഭയങ്കര ഹമ്പിളായിട്ടിരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ കാസ്റ്റിനെക്കാളും വലിയൊരു സൂപ്പർ സ്റ്റാർ ക്രൂ ഉള്ള ഒരു സിനിമയാണിത്. അപ്പം ഷൈജു കെയിലും എൻ്റെ ക്യാമറമാൻ വിവേകർഷൻ, സുഷിൻ, അജയൻ ചാലിശ്ശേരി, അപ്പോൾ അവരുടെ ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ ഞാനും ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് എത്രത്തോളം ഹമ്പിളായിരിക്കുക, എത്രത്തോളം ഹമ്പിളായിട്ട് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും, എത്രത്തോളം നൈസായി നമുക്ക് ലൈക്ക് ഈ വർക്ക് ലൈക്ക് നിൽക്കാം, എത്രത്തോളം നല്ല രീതിയിൽ പെരുമാറാം ആൾക്കാരുടെ. അതിനൊക്കെ ഭയങ്കര ലേണിംഗ് പ്രോസസ്സായിരുന്നു. അവരെയൊക്കെ ലൈക്ക് ആക്ച്വലി ഇത് എൻ്റെ ഒരു അവാർഡാണ്. കാരണം ഇത്ര വലിയൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ആക്ച്വലി ഇത് അത് നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മഞ്ഞുമൽ ബോയ്സ് സീരീസ്, സാക്ഷാൽ ഖാലിദ് റഹ്മാൻ എൻ്റെ മുമ്പിൽ. ഈ സിനിമയിൽ താങ്കൾ ഡ്രൈവിങ്ങും ഒക്കെ ആയിട്ട് കുറച്ച് മാറി നിൽക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു കളികളിൽ അല്ലെങ്കിൽ ഇതിൽ പിന്നീട് വരുന്ന ഒരാളാണ്. ബട്ട് ആദ്യം തന്നെ ഒരു ഡയറക്ടറിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ എങ്ങനെയായിരുന്നു? ഡയറക്ടറിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംഫർട്ടബിൾ ആണ് മൊത്തത്തിൽ. നമുക്ക് അറിയാവുന്ന ആളുകൾ, അറിയാവുന്ന ക്രൂ, സൗബി പ്രൊഡ്യൂസ് ചെയ്യുന്നു, ചിതു ഡയറക്റ്റ് ചെയ്യുന്നു, ഷൈജുക്ക ക്യാമറ ചെയ്യുന്നു, കൂടെ അഭിനയിക്കുന്നവരാണെങ്കിലും വളരെ അടുത്തറിയാവുന്ന സുഹൃത്തുക്കൾ. പിന്നെ അപ്പോൾ കംഫർട്ടബിൾ ആയതുകൊണ്ട് മാത്രമാണ് അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റിയതെന്നാണ് തോന്നുന്നത്. ഒരു റിയൽ ലൈഫ് ആൾക്കാരെ ഇത് ചെയ്യുന്നുണ്ടേ, വാട്ട് വാസ് യുവർ ഒരു ബിഗ്ഗർ ഒരു ചാലഞ്ച് എന്തായിരുന്നു, ബിഗ്ഗർ ലേണിംഗ് എന്തായിരുന്നു? ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ബാക്കി കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളെ, ഇപ്പോൾ സൗബി ആണെങ്കിലും ജീനാണെങ്കിലും ബാക്കി ഉള്ള ബാസി അങ്ങനെയുള്ളവരാണെങ്കിലും അവരൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. അവർ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും പുൾ ഓഫ് ചെയ്യും, അവർക്ക് ക്യാപ്ചർ ചെയ്യും. അപ്പോൾ ഞാൻ ചിതുവിനോട് ആദ്യമേ പറഞ്ഞിരുന്നു, എനിക്ക് അറിയില്ല ഇതെങ്ങനെയാണ്, ഞാൻ ഒട്ടും കോൺഫിഡൻ്റ് അല്ല. അപ്പോൾ ചിതു പറഞ്ഞു, ഈ പ്രസാദ് എന്ന് പറയുന്ന ക്യാരക്ടർ മച്ചാനെ പോലെയാണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നവനെ കൊണ്ട് മാത്രമാണ് അത് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ചലഞ്ച് എന്ന് പറയുന്നത് വേറൊരു കാര്യം, ഷൈജുക്കാണ് ക്യാമറയാണ്. അപ്പോൾ മോശമായാൽ അപ്പോൾ തന്നെ റിസൾട്ട് കിട്ടും, നമുക്ക് പിന്നെ ഇമ്മീഡിയറ്റ്ലി മാറി വേറൊരാളെ കാസ്റ്റ് ചെയ്ത് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നൊക്കെ ഉള്ള എല്ലാ പ്ലാനിങ്ങിലാണ്. പക്ഷെ സംഭവിച്ചു, നല്ല രീതിയിൽ വന്നു. ഈ സിനിമ സത്യമായിട്ടും പറയാന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സക്സസ് സ്റ്റോറി അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിനെ ബേസ് ചെയ്തിട്ടാകുമ്പം അല്ലെങ്കിൽ സാക്ഷാൽ കമൽഹാസനെ ട്രിബ്യൂട്ട് ഞാൻ ചിതുവിനോട് ചോദിച്ചതാണ്. ഫോർ യു ഈ സിനിമ ഏത് ജോണറിനെ ഉൾപ്പെടുത്താനാണ് ഇഷ്ടം? ഇതൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഇമോഷണൽ ഒരു സ്ട്രെങ്ത്തിന്റെ ഒരു സ്റ്റോറി ആയിട്ടാണ്. പിന്നെ ഓഫ് കോഴ്സ് അതിലുള്ള ഒരു സർവൈവൽ ഒരു മൊമെന്റുകളുണ്ട്, അതിൻ്റെതായ ത്രില്ലുകളുണ്ട്.
പിന്നെ റിയൽ സ്റ്റോറി ആണ് എന്നുള്ളതാണ് ഈ സിനിമയിലേക്ക് നമ്മൾ അട്രാക്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ഘടകം. അതല്ലാതെ ഒരു റിയൽ സ്റ്റോറി അല്ലായിരുന്നുവെങ്കിൽ ജസ്റ്റ് ആൻ അനദർ ഫിലിം എന്ന് പറയുന്ന രീതിയിൽ പോകേണ്ട ഒരു സിനിമയാണ്. ബട്ട് ഒരു റിയൽ സ്റ്റോറിയുടെ ബാക്ക് ബോൺ അതിന് വരുന്ന സമയത്താണ് അത്രയും ഇമോഷണലി നമ്മൾ കണക്ട് ആവുന്നത്. നമ്മളൊരു ലാസ്റ്റ് ആ ഒറിജിനൽ ആയിട്ട് അത് ഫീൽ ചെയ്തിട്ടുള്ള ആളുകളെ കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആ സിനിമ നമ്മൾ കണ്ടതിൻ്റെ ഒരു വാല്യൂ നമ്മൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. ക്രിയേറ്റ് സത്യം പറയുമ്പോൾ യു ആർ എ ഫിലിം മേക്കർ. ഒരു സർവൈവൽ ഡ്രാമ നമുക്ക് ചെയ്ത് ഫലിപ്പിക്കണമെങ്കിൽ ആൾക്കാർക്ക് ഈ ഇമോഷണൽ വേണം. ഒരു തിൻ ലൈനാണ്. കാരണം റിയൽ ലൈഫ് ആൾക്കാരെ റിയൽ ലൈഫ് ആൾക്കാരിൽ കൂടെ നമ്മളത് ആൾക്കാരെ മുമ്പിൽ അഭിനയിച്ച് അത് സക്സസ്ഫുൾ ആക്കണം. പിന്നെ ഇമോഷണൽ ഈ ടെറൈൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ആൾക്കാർക്ക് ഇത് കണ്ട് എഡ്ജ് ഓഫ് ദ സീറ്റാന്നാവണമെങ്കിൽ അതിനൊരു ക്രാഫ്റ്റ് ഉണ്ട്. സോ വെർ ഡു സീ ഈ ക്രാഫ്റ്റ് ഓഫ് ചിതു? അതിലെന്താ താങ്കൾ സെപ്പറേറ്റ് ഒരു പ്രത്യേകത കണ്ടത് ആസ് എ ഡയറക്ടർ? ചിതു ഞാൻ ഏറ്റവും വലിയ പ്രത്യേകത കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റ് ഇത് എഴുതി സംവിധാനം ചെയ്യാനുള്ള ഡിസിഷൻ എടുത്ത ആ മൊമെൻ്റൽ ആണ് ചിതു എന്ന് പറയുന്ന ഒരു ഡയറക്ടറിന് നമ്മൾ അംഗീകരിക്കുന്നത്. ഫ്രം അത് ആ ഒരു മൊമെന്റ് മുതൽ അത് ചിതു ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ മാക്സിമം എൻഡിൽ അവനത് പുൾ ഓഫ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അത് ഷുവറാണ്. സോ അത് തന്നെയാണ് ഇതിൻ്റെ. അതെ, സത്യം. ദാറ്റ്സ് എ ഗുഡ് പോയിന്റ്. എന്താ വെച്ചെങ്കിൽ പലരും പറയും വേണ്ടാട്ടോ ഇതിലേക്ക് പോയാൽ പുലിവാല പാടാണ്, ഒരുപാട് ബുദ്ധിമുട്ടുള്ള, നമ്മൾ പ്രാക്ടിക്കലി നമ്മളൊരു ഫിലിം മേക്കിങ്ങിന്റെ പ്രോസസ്സിൽ ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള, എക്സിക്യൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സിനിമയാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന കാസ്റ്റ് നമുക്കറിയാം, അങ്ങനെ സൂപ്പർ സ്റ്റാർഡം അങ്ങനെ ഇല്ലാത്ത ഒരു കാസ്റ്റ് ആൻഡ് ക്രൂ ആണ്. അതിന് ഇത്രയധികം ബഡ്ജറ്റ് വരുന്നൊരു സിനിമയാണ്. നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ സിനിമയുടെ ഡിസ്കഷൻ നടക്കുന്ന സമയത്തും സ്ക്രിപ്റ്റ് റീഡിങ്ങിൻ്റെ സമയത്തും നമ്മൾ ചോദിക്കുമ്പോൾ ഇത്രയും ബഡ്ജറ്റ് വരുന്ന സിനിമയാണെന്ന് പറയുമ്പോൾ സൗബിക്കാണെങ്കിൽ പോലും ചിതുവിനോ ഷോണിനോ ആർക്കെങ്കിലും അതിൻ്റെ കാര്യത്തിലൊരു കൺഫ്യൂഷനോ കാര്യങ്ങളോ അവർക്ക് ഒന്നുമില്ല. സിനിമ നന്നായിരിക്കുക, നമ്മുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഗുഡ് ഫിലിം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഇൻറ്റൻഷനിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിലേ സംഭവിക്കുകയുള്ളൂ. അത് ഇൻറ്റൻഷൻ വേറെ ഒന്നുമല്ല, നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു പടം ചെയ്തൊരു ഉടായ്പയിലൊരു പടം ഉണ്ടാക്കി അതിനെ മാർക്കറ്റ് ചെയ്ത് അങ്ങനെയൊന്നുമല്ല. ഇൻറ്റൻഷൻ വാസ് ലൈക്ക് നമ്മൾ പൈസ സ്പെൻഡ് ചെയ്താലും വേണ്ടിയില്ല, നമുക്കത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഗുഡ് ഫിലിം ആയിരിക്കണം എന്നുള്ളതാണ്. സോ പേഴ്സണലി ഒരു മൊമെൻറ്റ് എപ്പോഴും ഈ സിനിമയുടെ പ്രോസസ്സിൽ കൂടെയോ അല്ലെങ്കിൽ ഷൂട്ടിങ്ങിലോ ഒരു മൊമെൻറ്റ് ജീവിതത്തിൽ എപ്പോഴും ഓർമ്മിക്കും എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ഓൾ ഓഫ് യു ആസ് എ കൂട്ടായ്മ, പക്ഷേ സ്പെസിഫിക് മെമ്മറി ഫോർ യു. സ്പെസിഫിക് മെമ്മറി എന്ന് പറയുന്നത് ഒരുപാട് മെമ്മറീസ് ഉള്ള സിനിമയാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു ഇപ്പോൾ അപ്പാർട്ട് ഫ്രം ദ സിനിമ, ഇപ്പോൾ സിനിമയെ കുറിച്ച് സിനിമയിൽ മൊമെന്റുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിപ്പോകും ചേച്ചി. നമുക്ക് ഒരുപാട് മൊമെന്റുകൾ. പക്ഷെ പേഴ്സണലി എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറുപ്പം മുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഗുണ കേവിൻ്റെ അകത്ത് കയറുക എന്നുള്ളത്. അപ്പോൾ അല്ല, ഒരുപാട് തവണ ട്രൈ ചെയ്ത്, എൻ്റെ ഓർമ്മയിൽ തന്നെ 2-3 തവണ ഞാൻ അവിടെ പോയി ട്രൈ ചെയ്തിട്ടുണ്ട്, കയറാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോഴൊന്നും നടന്നിട്ടില്ല. ആ ഒരു സ്ഥലത്ത് 4, 5, 6 തവണ ഇറങ്ങി വെറുതെ ഇരിക്കുക, മണിക്കൂറുകളോളം അവിടെ വെറുതെ ഇരിക്കുക. അത് ഭയങ്കര അത്ഭുതം ആയിട്ടുള്ളൊരു സ്ഥലമാണ് ശരിക്കും. നമ്മളെല്ലാവരും ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് വർക്ക് ചെയ്ത് അങ്ങനെ അവൈലബിൾ ആക്കേണ്ട ഒരു സ്ഥലമാണ്. അത്രയും മനോഹരമാണ്. അവിടെ പോയി ഇരിക്കാൻ പറ്റുക, ആ മൊമെന്റ് തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫാന്റാസ്റ്റിക്, ദാറ്റ്സ് എ ബിഗ്ഗസ്റ്റ് തിങ്. ഇപ്പോൾ ആരും പറഞ്ഞില്ല അത് എൻ്റെ അടുത്തിട്ടോ. താങ്ക് യു സോ മച്ച് കാൽബ. അരുൺ കുര്യൻ, കൺഗ്രാറ്റുലേഷൻസ്. എന്താണ് ഇപ്പോൾ മനസ്സിൽ? കാരണം സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടിരുന്നാലും ഫോർ ദിസ് വെരി സറിയൽ ആക്ച്വലി. നമുക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും പൂർണ്ണമായി അങ്ങോട്ട് ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല. ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ചെന്നൈ വരാൻ ഓഫ് കോഴ്സ് നമ്മുടെ ഗുണ എന്ന് പറഞ്ഞ ഫിലിമിന് ട്രിബ്യൂട്ട് ഉണ്ട്. ചിതുവിനെ ഇൻസ്പയർ ചെയ്താണ് കമലഹാസൻ സാർ. സോ ഓഫ് കോഴ്സ് ചെന്നൈയിൽ നമ്മുടെ പടം കാണണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. കാരണം അത്യാവശ്യം നല്ല റെസ്പോൺസ് ആണ് ചെന്നൈയിൽ നിന്ന്. അതെ, ഓൾ ഓവർ തമിഴ്നാട്. അപ്പോൾ നമുക്ക് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. സോ വി ഓഫ് കോഴ്സ് ചെന്നൈ ഹാഡ് ടു ബി ഇൻ ദ ലിസ്റ്റ്. സോ ഇവരുടെ കൂടെ എഴുതി ചേരാൻ എത്ര സമയം പിടിച്ചു? ആൻഡ് എങ്ങനെയായിരുന്നു നിങ്ങളെ ആദ്യമൊക്കെ റാഗ് ചെയ്തെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, പേഴ്സണലി എനിക്ക് എൻ്റെ പേഴ്സണാലിറ്റി വെച്ച് നോക്കുമ്പോൾ തന്നെ അത് പാവമല്ല, എനിക്ക് ഇച്ചിരി സമയം എടുക്കും ആരോട്ടും ചെല്ലാൻ. എൻ്റെ ഫസ്റ്റ് ഫിലിം ആനന്ദമായിരുന്നു. അപ്പം റോഷൻ, ഇപ്പം വിശാഖ് നായർ, കുറേ പേരുണ്ടായിരുന്നു. അപ്പം എനിക്കൊരു 10 ദിവസം എടുത്തു അവരുമായിട്ട് വരെ ചെല്ലാവൻ. അപ്പം ഇവർ ഫുൾ ചേട്ടന്മാരാണ്, ഫുൾ. പിന്നെ നമ്മൾ ആരാധിക്കുന്ന കുറേ ഫിലിം മേക്കേഴ്സ് ഉണ്ട് നമ്മുടെ ക്രൂ തന്നെ. പിന്നെ സൗബിക്ക, റഹ്മാൻ ചേട്ടൻ. സോ അപ്പം ആദ്യം ആ ഒരു റെസ്പെക്റ്റിന്റെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ ഇനീഷ്യലി ഒരാഴ്ച ഇച്ചിരി പാടായിരുന്നു, പിന്നെ ഓണായി. പിന്നെ സർവൈവൽ അവിടെ ഉണ്ട്. അതെ അതെ, എൻ്റെ കുര്യൻ്റെ സർവൈവൽ ത്രില്ലറിനാണ് ചിതു മഞ്ഞുവിൽ ബോയ്സ് എന്ന് ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാറുള്ളത്. ഏറ്റവും അധികം ഇമ്പാക്റ്റ് ആയിട്ടുള്ള സീൻ ഏതാ സിനിമയിൽ?
എനിക്ക് ബാസിയുടെ ട്രോമാറ്റിക് സിറ്റുവേഷൻ ആണ് എനിക്ക്. ഐ മീൻ പോസ്റ്റ് റെസ്ക്യൂ അവൻ്റെ ഹീസ് ടോക്കിംഗ് അബൌട്ട് ഹിസ് ഐ മീൻ അവന് ഉറങ്ങാൻ ബുദ്ധിമുട്ടുള്ള ഒരു സീനുണ്ട്. പേഴ്സണലി എപ്പോൾ കണ്ട ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോഴും ചുമ്മാ ഫുട്ടേജ് കാണുമ്പോഴും കണ്ണ് പറയുന്നത്. ഇപ്പോൾ തിയേറ്ററിൽ കാണുമ്പോൾ ഓഫ് കോഴ്സ് എനിക്ക് ബാസി ശരിക്കും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്ന ഫീൽ. ഭയങ്കര ഇന്റേണലാണ്, ഭയങ്കര അത്യാവശ്യം ടെറിഫിക് ആക്ടറാണ്. അപ്പോൾ ഇപ്പോഴും ഇമോഷണൽ ആക്കും ബാസിയുടെ പോസ്റ്റ് ഫോൾ ഒരു ഭാഗം. ഈ ഷൂട്ടിങ്ങിന് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇവരെ പറ്റി ഒരു ധാരണയുണ്ട്. ഇത് കഴിഞ്ഞ ശേഷം ധാരണ നല്ലതായോ അതോ ഐ മീൻ ഓഫ് കോഴ്സ് ഫ്രണ്ട്സ് ആയതുകൊണ്ടും യു സോ മെനി ഡേയ്സ് യു ഹവ് ബീൻ ടുഗെദർ, അപ്പോൾ എന്തായിരുന്നു? അല്ല ധാരണയെക്കാളും ഐ എം വെരി ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ടു ബി പാർട്ട് ഓഫ് ദിസ് ഫിലിം ആൻഡ് ദ ടീം. ഞാൻ സിനിമ ഭ്രാന്ത് കയറി സിനിമ ആരാധിക്കാൻ തുടങ്ങിയ പോലെ ഐ മീൻ അതൊക്കെ കഴിഞ്ഞ് ഒത്തിരി വർഷം കഴിഞ്ഞാണ് ഇവരൊക്കെ കാണുന്നത്. എന്നാലും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാസിയുടെ വർക്ക്, സൗബിക്ക ഫാനാണ്. അപ്പോൾ ഇവരുടെ ഭാഗം കഴിഞ്ഞാൽ ഈ ഒരു ഫാമിലിയുടെ ഭാഗം കഴിഞ്ഞാൽ തന്നെ ഐ എം വെരി ഹാപ്പി. സോ യാ ദാറ്റ്സ്. ആൻഡ് വാട്ട് വാസ് ദിസ് വൺ ലൈൻ യു ഹേർഡ് അബൌട്ട് യുവർ ക്യാരക്ടർ? എങ്ങനെയായിരുന്നു? ആൻഡ് താങ്കൾ ഈ റിയൽ ക്യാരക്ടർ മീറ്റ് ചെയ്തോ? ഓഫ് കോഴ്സ്. സോ ആസ് എൻ ആക്ടർ ഞാനിപ്പം 2016 തുടങ്ങിയാണ്. അപ്പം 9 ആനന്ദം വെരി ഫ്രഷ് ഇൻ മൈ മെമ്മറി. സോ അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഒരു എന്താ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആസ് എൻ റിയൽ ലൈഫ് ക്യാരക്ടറിനെ പ്ലേ ചെയ്യാൻ പറ്റുന്നത്. സോ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആണ്. ആസ് എൻ ആക്ടർ ഐ തിങ്ക് ഓൾ ഓഫ് us were excited to go meet the people in real. അവരുടെ ചേഷ്ടകളും അവരുടെ പെരുമാറ്റവും അവരുടെ വളർന്ന സാഹചര്യം അവരുടെ കുടുംബം ഇതൊക്കെ അറിയാനൊരു ആസ് എൻ ആക്ടർ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇറ്റ്സ് വെരി റെയർ ഫോർ us, എസ്പെഷ്യലി മലയാളം. അല്ലെങ്കിൽ വലിയ ഹ്യൂജ് ബയോപിക്സ് ഒക്കെ വരുള്ളൂ. അപ്പം പിന്നെ ഓഫ് കോഴ്സ് സുജിത്തേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടൻ അവർ ഇരട്ടകളാണ്, സുജിത്ത് ആൻഡ് സുമേഷ്. ഇതിനകത്ത് എൻ്റെ ബ്രദറായിട്ട് പെർഫോം ചെയ്ത വിവേക് അനിരുദ്ധ് എന്ന് പറയുന്ന ആക്ടറാണ്. പക്ഷെ ഒരുപാട് സീൻസിൽ അത് കട്ടായി ചെറുതായിട്ട് പോയി. അപ്പം പുള്ളി അങ്ങനെ സോ അവരാണ് ഈ ഫുൾ ഗ്യാങ്ങിൽ മൊത്തം റൗഡീസാണ്. ഐ മീൻ ആസ് ആക്ടേഴ്സ് അല്ല, ശരിക്കുള്ള മഞ്ഞുമൽ ബോയ്സില്ല. പക്ഷെ ഈ ചേട്ടന്മാർ മാത്രമേ ഉള്ളൂ ഇച്ചിരി കാം, ഇച്ചിരി മെച്ചുവേർഡ്. ഞാനതാ പിടിക്കാൻ നോക്കിയത് സിനിമയിൽ. ഒത്തിരി അങ്ങനെ ബഹളമൊന്നുമില്ല. അതെ അതെ. സുജിത്തേട്ടന് ഇന്നലെ ഞങ്ങൾ 2 ദിവസം പോയി കോഴിക്കോട് പോയപ്പോൾ സുജിത്തേട്ടൻ പറഞ്ഞു അമ്മയ്ക്ക് കാണണം. അപ്പം അമ്മയ്ക്ക് എന്ത് പറ്റി? അല്ല എൻ്റെ അതേ ഞാൻ എഴുന്നേക്കുന്ന രീതി, ഇങ്ങനെ കൈ പിടിക്കുന്ന രീതിയൊക്കെ അമ്മ. അപ്പം ഞാൻ എഴുന്നേരം അപ്പോൾ നമുക്ക് ഒരു ഓവർവെൽംഡ് ആയി. നമ്മൾ സുഹൃത്തായിട്ട് എന്തായാലും വരാം വന്ന് കാണാൻ പറഞ്ഞു. സോ ആസ് ആൻ ആക്ടർ ഐ തിങ്ക് ഓൾ ഓഫ് us വെരി എക്സൈറ്റഡ് അബൌട്ട് പ്ലേയിങ് ദാറ്റ് ഐ മീൻ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ്. വെരി ട്രൂ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. എന്തായാലും ഇനിയും ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാം. താങ്ക് യു. പ്ലഷർ ടോക്കിംഗ് ടു യു. വെരി ഹാപ്പി. താങ്ക് യു.